ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടല്ലോ പ്രഭു? ക്ലിയർ ആണ് പ്രഭു. ഹരേ കൃഷ്ണ. നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തി? ഒരു മിനിറ്റ് നോക്കട്ടെ. നമ്മൾ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്? ഹരേ കൃഷ്ണ. സ്കന്ധം 10 അധ്യായം ആ 82 ശ്ലോകം ഇനി 31. ഇനി 31. ഇനി 31 ശ്ലോകം 10, ഇനി 31. ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പോൾ എന്താ പറഞ്ഞു അധ്യായം നിർത്തിയത്? എത്ര പ്രഭു? എന്തോ? അധ്യായം എത്ര? അധ്യായം എത്ര? 82. 82. അതിൽ നമ്മൾ പർപ്പട്ട് മൊത്തം വായിച്ചിരുന്നു. വായിച്ചു അല്ലേ? വായിച്ചിരുന്നോ? ഭാവാർത്ഥം വായിച്ചിരുന്നു നമ്മളെല്ലാം. ഇല്ല, 31 തുടങ്ങുന്നതേ ഉള്ളൂ. അതാണ്. ഹരേ കൃഷ്ണ. 30 കഴിഞ്ഞു. 29, 30 നമ്മൾ വായിച്ചോ പൂർണ്ണമായിട്ടും? വായിച്ചു, അത് കഴിഞ്ഞു. ഓക്കെ. ഹരേ കൃഷ്ണ. 31 നമ്മൾ തുടങ്ങുന്നു. ശ്രീശുക ഉവാച. ശ്രീശുക ഉവാച. നമ്മൾ പലയിടത്തും ഞാൻ തുടങ്ങുന്നത് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ ഹൃദയസ്പർശിയായ ശ്ലോകം ഏതാ? ശ്രീശുക ഉവാച. പറയാൻ പറ്റുമോ? ഭഗവാൻ ഉവാചായോ? അല്ല, ശ്രീശുക ഉവാച തന്നെ പലയിടത്തും നമുക്ക് കാണാൻ പറ്റും. അതിൽ ശ്രീശുക ഉവാച, സുഖദേവ ഗോസ്വാമി തുടങ്ങുകയായി ഹൃദയസ്പർശിയായ ഒരു ശ്ലോകത്തിലൂടെ തുടങ്ങുന്നു. അതേതാ? വെറുതെ ചോദിച്ചതാ കേട്ടോ, സീരിയസ് ആയിട്ട് നോക്കല്ലേ. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ഭാഗവതം മൊത്തത്തിലുള്ളതാണോ പ്രഭു? ഭാഗവതത്തിലാണല്ലോ ഇങ്ങനെ അല്ല, പറയുന്നത്. മൊത്തമായിട്ട് അധ്യായത്തിലെ ഏ എല്ലാ അധ്യായത്തിലെയും കാണാം ഏതെങ്കിലും? എല്ലായിടത്തും ഉണ്ട്. അതിൽ ഹൃദയസ്പർശിയായ ഒരു ശ്ലോകമുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചതാ. ഗർഭാപീഠം നടവരവപുഃ അതാണോ? അത് അത് ഭഗവാൻ സുഖദേവ ഗോസ്വാമി പറഞ്ഞു തുടങ്ങിയതല്ലോ. സുഖദേവ ശ്രീ ശുക ഉവാച, സുഖദേവ ഗോസ്വാമി പറഞ്ഞു തുടങ്ങുന്നത്. വെറുതെ ചോദിച്ചതാണ്. ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാമോ എന്ന് ചോദിക്കും. ശ്രീ ശുക ഉവാച ഏകദാസീഷു യശോദാനന്ദ ഗേഹിനി. ഏതാ? ഉലൂഖലബന്ധനം. ഉലൂഖലബന്ധനം. ഒരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ, ഒരിക്കലും മറക്കാൻ പാടില്ല. ഹരേ കൃഷ്ണ. സന്തോഷം. ഇവിടെ ശ്രീ ശുഗോവാച ആരാ വായിക്കുന്നത്? വായിച്ചട്ടെ. കൃഷ്ണ പ്രഭുജി വായിച്ചോട്ടെ. ആ ആ ഗുരുഭ്യോ നമഃ. നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. നന്ദസ്തത്ര യദൂൻ പ്രാപ്താൻ ജ്ഞാത്വാ കൃഷ്ണ പുരോഗമാൻ തത്രാഗമമദ്രുതോ ഗോപൈരൈനസ്താർത്ഥൈർദിദൃശ്യയാ. ഹരേ കൃഷ്ണ. ഉം. വിവർത്തനം ശീലപ്രഭാത് കെ ജി. ഹരേ കൃഷ്ണ. ശുകദേവ ഗോസ്വാമി പറഞ്ഞു, യദുക്കൾ കൃഷ്ണന്റെ നേതൃത്വത്തിൽ ആഗതരായിരിക്കുന്നുവെന്നറിഞ്ഞ നന്ദമഹാരാജാവ് ഉടനെ അവരെ കാണാൻ ചെന്നു. വണ്ടികളിൽ അവ കൊണ്ടുവന്ന വിവിധ സാധനങ്ങളുമായി ഗോപന്മാരും അദ്ദേഹത്തെ അനുഗമിച്ചു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ഇച്ചിരിയേ ഉള്ളൂ, ശകലം. വായിച്ചോട്ടോ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശീലപ്രഭാത്. കുരുക്ഷേത്രത്തിൽ കുറച്ചു ദിവസം തങ്ങാൻ പദ്ധതിയിട്ടിരുന്ന വ്രജഗോപന്മാർ കൃഷ്ണബലരാമന്മാരുടെ തൃപ്തിക്ക് വേണ്ടി പാൽ ഉൽപാദനങ്ങൾ അടങ്ങുന്ന വിവിധ ഭക്ഷണ പദാർത്ഥങ്ങളും പലവ്യഞ്ജനങ്ങളുമായിട്ടായിരുന്നു പോന്നിരുന്നത്. ഹരേ കൃഷ്ണ. വായിച്ചോട്ടോ. കുരുക്ഷേത്രത്തിൽ കുറച്ചു ദിവസം തങ്ങാൻ പദ്ധതിയിട്ടിരുന്ന വ്രജഗോപന്മാർ ബലരാമന്മാരുടെ തൃപ്തിക്ക് വേണ്ടി പാലുൽപ്പന്നങ്ങൾ അടങ്ങുന്ന വിവിധ ഭക്ഷണ പദാർത്ഥങ്ങളും പലവ്യഞ്ജനങ്ങളുമായിട്ടായിരുന്നു പോന്നിരുന്നത്. ബലരാമന്മാരുടെ
കൃഷ്ണ ബലരാമന്മാരുടെ തൃപ്തിക്ക് സന്തോഷത്തിന് വേണ്ടി തൃപ്തിക്ക് വേണ്ടിയിട്ട് പാലും പാ- പാലുൽപ്പന്നങ്ങളും പലവ്യഞ്ജനങ്ങളും മറ്റ് ഭക്ഷണോദാർത്ഥങ്ങളും പലവ്യഞ്ജനങ്ങളുമായിട്ടാണ് പോയിരുന്നത്. എന്താ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്? എന്താ മനസ്സിലാക്കേണ്ടത്? ഭഗവാനെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകരുതെന്ന് പറയുന്നു. ആ ഭഗവാനെ കാണാൻ പോകുമ്പം വെറും കൈയോടെ പോകരുത്. പ്രത്യേകിച്ച് പുരുഷോത്തമ മാസത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാനെ തൃപ്തിപ്പെടുത്തുവാൻ, ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് സത്സംഗത്തിലാണെങ്കിലും ശരി, ക്ഷേത്രത്തിലാണെങ്കിലും ശരി. സത്സംഗത്തിലാണെങ്കിലും അവിടെ നേരത്തെ പറഞ്ഞ എന്താണ്? ഭഗവാന്റെ ഭക്തന്മാരെന്ന് പറയുമ്പം വെറും ഭക്തന്മാരല്ല. ആരാണെന്നാ പറഞ്ഞത്? ഗോപന്മാരും ഗോപികമാരുമാണ്. ഭഗവാന്റെ അർച്ചവിഗ്രഹം അവിടെ ഉണ്ട്. ഒരിക്കലും അവിടെ വെറും കൈയോടെ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് പോവാതിരിക്കരുത്. അപ്പം പറയും, അതിന് വേറൊരു മീനിങ് പിന്നെ ഭഗവാൻ പറയും. ഭഗവാൻ നമ്മൾ പറയുന്ന ആളല്ല, നിസ്സാരക്കാരനല്ല. ഹരേ കൃഷ്ണ. ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഭഗവാനുമായിട്ടുള്ള ഒരു ആനന്ദം, സന്തോഷമല്ല, ആനന്ദം പങ്കിടലാണ്. അത് നമ്മൾ ബ്രാഹ്മണശ്രേഷ്ഠനായ ആരെ കണ്ട് പഠിച്ചു? ബ്രാഹ്മണശ്രേഷ്ഠനായ ആരെ കണ്ട് പഠിച്ചു? എല്ലാം മറന്നു. സുധാമാവിനെ കണ്ടു. സുധാമയെ കണ്ട് നമ്മൾ പഠിച്ചു. ഹരേ കൃഷ്ണ. ഒന്നുമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ശീലപ്രഭുപാദർ എടുത്തെടുത്ത് പറയുന്നത്, ഭഗവാൻ കൂലങ്കുഷിതമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഏതാ ശ്ലോകം വരുന്നത്? പത്രം ഏതാ ശ്ലോകം പുഷ്പം ഫലം വരുന്നത്? തോയം. പത്രം പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തി ഉം. പ്രണശ്യതി തദഹം ഇതെല്ലാം എപ്പോഴും ഓർമ്മിക്കേണ്ട ശ്ലോകങ്ങളാണ്. തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മനഃ. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലോട്ട് നമ്മൾ പോകാം. ഹരേ കൃഷ്ണ. വിഷ്ണയോ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. തം ദൃഷ്ട്വാ വിഷ്ണയോ ദൃഷ്ടാസ്തന്വ പ്രാണാമി ബുദ്ധിതാ പരിശസ്വാജിരേ ഗാഢം ചിരദർശന കാതരഃ. വിവർത്തനം. എന്തിനെ കണ്ട് സന്തുഷ്ടരായ വൃഷ്ണികൾ ജീവിപ്പിക്കുന്നത് പോലെ എഴുന്നേറ്റു. അദ്ദേഹത്തെ ഏറെക്കാലമായി കാണാതെ അതിനായി ദുഃഖിച്ചിരുന്ന അവർ നന്ദനെ മുറുകെ പുണർന്നു. ഹരികൃഷ്ണ. വായിച്ചോട്ടെ ഭാവാർത്ഥം. വിവരണം. നന്ദനെ കണ്ട് അതീവ സന്തുഷ്ടരായ വൃഷ്ണികൾ മൃതശരീരങ്ങൾ ജീവിക്കുന്നത് പോലെ എഴുന്നേറ്റു. അദ്ദേഹത്തെ ഏറെക്കാലമായി കാണാതെ അതിനായി ദുഃഖിച്ചിരുന്ന അവർ നന്ദനെ മുറുകെ പുണർന്നു. ഹരേ കൃഷ്ണ. ആലിംഗനം ചെയ്തു. അത്യധികം ആഹ്ലാദത്തിന്റെ ഒരു പ്രതീകമാണ്, നിർവചനമാണ് ആലിംഗനം ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളൊരിടത്ത് കണ്ടു. എവിടെ കണ്ടു? കൃഷ്ണനും സുധാമാവും കണ്ടുമുട്ടിയപ്പോൾ കൃഷ്ണനും സുധാമാവും കൂടിയുള്ള ആ രംഗം. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം ഒന്ന് വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. വസുദേവ പരിഷജ്യ സീതാ പ്രേമ വിഹ്വല സ്മരൻ കംസാകൃതാൻ ക്ലേശാൻ പുത്രാന്യാസം ച ഗോകുലേ. വിവർത്തനം. ശ്രീപ്രഭുപാദ. വസുദേവർ നന്ദമഹാരാജാവിനെ അത്യാഹ്ലാദത്തോടെ ആലിംഗനം ചെയ്തു. കംസൻ നിമിത്തമുണ്ടായ ക്ലേശങ്ങളും പുത്രന്മാരുടെ സംരക്ഷണത്തിനായി അവരെ ഗോകുലത്തിൽ
കൊണ്ടാക്കേണ്ടി വന്നതുമൊക്കെ അതീന്ദ്രിയമായ പ്രേമത്തോടെ വസുദേവർ അനുസ്മരിച്ചു. ഹരേ കൃഷ്ണ. ഇപ്പം പഴയ കാര്യങ്ങളെല്ലാം പറയുകയാണ്. കംസൻ ഉണ്ടാക്കിയ വിഷമങ്ങളും ഒക്കെ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓർമ്മപ്പെടുത്തലുകളാണ്. അപ്പം അവിടെ എല്ലാം ആ ഓർമ്മപ്പെടുത്തലുകൾ വരുമ്പം പറയാതെ പറഞ്ഞു വെക്കുന്ന ഒന്നുണ്ട്. ആ വിഷമങ്ങളെല്ലാം മാറിയത് എങ്ങനെയാണ്? എങ്ങനാ അത്തരം ഘട്ടങ്ങളെയെല്ലാം അതിജീവിച്ചത് എങ്ങനെ അതിജീവിച്ചു? ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട്. ഭഗവാനെ മനസ്സിൽ കണ്ടുണ്ടെന്ന് മാത്രമല്ല, ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അല്ലേ? അതെ. അത് തന്നെയാണ് ഭഗവത്ഗീതയുടെ 18-ാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. ഏതാ ശ്ലോകം വരുന്നത്? വരുന്നേ? മമൈവാംശോ ജീവ, അതാണോ പ്രഭു? എടുത്താട്ടെ ഒന്നുകൂടെ. എന്നാലും സർവധർമ്മൻ പരിത്യജ. എന്നാലും നോക്കിയാട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മന്മനാഭവ മദ്ഭക്തോ മധ്യാജി മാം നമസ്കൃത്യ. എന്നാലും നോക്കിയാട്ടെ. മറ്റൊരു നല്ലൊരു ഉപദേശമാണ്. ഈശ്വര സർവഭൂതാനാം, ഇൻസ്ട്രക്ഷനാണ്, ഇതൊരു ഉപദേശമാണ്. ഈശ്വര സർവഭൂതാനാം. ഭഗവാൻ കൊടുക്കുന്നൊരു ഉപദേശം ലാസ്റ്റില് എല്ലാം പറഞ്ഞിട്ട് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. നല്ലൊരു ഉപദേശമാണ്. സർവധർമാൻ പരിത്യജ. അത് എത്ര യോഗേശ്വര എന്താ ഇൻസ്ട്രക്ഷനാണ്? സംശയം പറഞ്ഞു നിർത്തുന്നതാണ്. മുക്തസംഗൂന്ന അനഹംവാദി, അതാണോ മുക്തസംഗം? എന്നാലും ഓരോരോ ശ്ലോകം വരട്ടെ, അറിയാവുന്ന ശ്ലോകം എല്ലാം ഇങ്ങോട്ട് വരട്ടെ. ഭക്തിയ മാമാഭിജാനാതി യാവാൻ യച്ഛാസ്മി തത്വത. അതാണോ? എന്നിലുള്ള അചഞ്ചലമായ പ്രേമം കൊണ്ട് അർജുന നിനക്ക് എല്ലാ വിഷമങ്ങളെയും മറികടക്കാൻ സാധിക്കും. എന്നെ കൊണ്ട് മാത്രം, എൻ്റെ അചഞ്ചലമായ ഭക്തി, എന്നിലുള്ള സ്നേഹം കൊണ്ട് മാത്രം, എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ എന്നോട് മാത്രം കൊണ്ടുള്ള സ്നേഹം, അങ്ങനെ പറയാം. പ്രേമം എന്ന് പറയുമ്പോൾ ഒരാളെ പ്രേമിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. 10 പേരെ പ്രേമിക്കാൻ പറ്റുമോ? ഒരേപോലെ പറ്റുമോ? ഒരാൾക്ക് 10 പേരെ ഒരേപോലെ പ്രേമിക്കാൻ പറ്റുമോ? അപ്പൊ അത് പ്രോസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ് ആവും. അതുകൊണ്ടാണ് ഭഗവാൻ എടുത്തു പറഞ്ഞത്, എന്നോടുള്ള അദമ്യമായ അചഞ്ചലമായ പ്രേമം കൊണ്ട് മാത്രം അർജുന നിനക്ക് എല്ലാ വിഷമങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. അതല്ല, നിനക്ക് നിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ പരമാത്മാവെന്ന എന്നെ മറന്നുകൊണ്ട്, ഇപ്പം കുരുക്ഷേത്ര യുദ്ധത്തിലെ പ്രത്യക്ഷത്തിലുള്ള 2 കഥാപാത്രങ്ങളാണ് ജീവാത്മാവും പരമാത്മാവും എന്ന പ്രത്യക്ഷ കഥാപാത്രങ്ങളാണ്. ആരൊക്കെ? ഭഗവാനും അർജുനനും. നമ്മളെ പ്രത്യക്ഷത്തെ കാണിച്ചു തരികയാണ്. ഒരു ജീവാത്മാവ് പരമാത്മാവിനോട് എങ്ങനെ ചേർന്ന് നിൽക്കുന്നു, അങ്ങനെ ഒരു ജീവാത്മാവ് പരമാത്മാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ എങ്ങനെ പരമാത്മാവ് ആ ജീവാത്മാവിനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളത്. ശരിയല്ലേ? ആണോ അല്ലേ? കയ്യെ കൊണ്ട് നടക്കുക, മടിയിൽ കൊണ്ട് നടക്കുകയാണ് അല്ലേ? ആണോ അല്ലേ? ഒരിക്കലെങ്കിലും താഴെ വെച്ചിട്ടുണ്ടോ? മടിയിൽ കിടത്തിയല്ലേ ഉറക്കിയത്? ആണോ? ചിന്തിക്കണം. ഒരു ജീവാത്മാവിന്റെ ഭാഗ്യം പരമാത്മാവിനോട് ചേർന്ന് നിൽക്കുമ്പം. അപ്പോൾ എന്താ പറഞ്ഞത്? 18-58 എടുത്താട്ട്. 18-58.
സർവദുർഗാണി മത്പ്രസാദ തരിഷസി അത ചേതാമഹങ്കാര നാശ്രോഷി വിനാശി. എന്നെ കുറിച്ച് ബോധവാനായിരുന്നാൽ നിനക്ക് എന്റെ പ്രസാദം തന്നെ ബദരീകത്തിലെ സകല പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ വിദ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാകട്ടെ നാശമാണ് ഫലം. ഹരേ കൃഷ്ണ. എന്റെ അഭിമതം എന്റെ അഭിമതം കാണാതെ പോയി കഴിഞ്ഞാൽ, അനുസരിക്കാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. നഷ്ടങ്ങൾ ഉണ്ടാകാതെ നിനക്ക് ഉള്ളത് എന്താണോ ഞാനത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കും അർജുന. ഏതാ ശ്ലോകം വരുന്നത്? സൂപ്പർ ശ്ലോകം. നിനക്ക് വേണ്ടതെല്ലാം, നിനക്ക് ആവശ്യമുള്ളത് അർജുന ഞാൻ തരും. നിനക്കുള്ളതെല്ലാം ഞാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്യും. അചഞ്ച കൃഷ്ണ. അർജുന എന്താണ് കണ്ടീഷൻ? അചഞ്ചലമായ ഭക്തി കൊണ്ട്, അനന്യമായ ഭക്തി കൊണ്ട്. ഏതാ? ഞാൻ അനന്യ ചിന്തയന്തോ മാം ശ്ലോകം മുഴുവൻ കേട്ടില്ല. അനന്യ ചിന്തയന്തോ മാം യേന ഉം. പരിപാസതേ ഉം. യോഗക്ഷേമം വഹാമ്യഹം. ഹരി കൃഷ്ണ. അപ്പൊ അടുത്ത ശ്ലോകം വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. കൃഷ്ണനാമോപരിഷ്വജ്യ പിതരാ അഭിവാദ്യ ച ന കിഞ്ചനോ ജതു പ്രേംണ അശ്രുകണ്ഠോ കുരുദ്വഹ. വിവർത്തനം. ഹേ കുരുവംശവീര, കൃഷ്ണ ബലരാമന്മാർ തങ്ങളെ വളർത്തിയ മാതാപിതാക്കന്മാരെ ആലിംഗനം ചെയ്യുകയും നമസ്കരിക്കുകയും ചെയ്തു. പക്ഷേ പ്രേമ അശ്രുക്കൾ മൂലം തൊണ്ടയിടറിയ അവരിരുവർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഭാവാർത്ഥം. ഒരു മിനിറ്റ് ട്രാൻസ്ലേഷൻ വായിച്ചോട്ടെ. ഹേ കുരുവംശവീര, കൃഷ്ണ ബലരാമന്മാർ തങ്ങളെ വളർത്തിയ മാതാപിതാക്കന്മാരെ ആലിംഗനം ചെയ്യുകയും നമസ്കരിക്കുകയും ചെയ്തു. പക്ഷേ പ്രേമ അശ്രുക്കൾ മൂലം തൊണ്ടയിടറിയ അവരിരുവർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എന്താ മനസ്സിലാക്കണ്ടേ? എങ്ങനെ കാണണം? ആലിംഗനം ചെയ്ത് നമസ്കരിക്കണം. ആ ഒരു റിലേഷൻഷിപ്പാണ് വരേണ്ടത്. കാണാൻ സാധിക്കും. എവിടെയാ? ധ്രുവചരിതത്തില് ഇല്ലേ? ഉണ്ടോ? ഭഗവാനെയും ദർശിച്ച് തിരിച്ച് ധ്രുവകുമാരൻ പോകുമ്പം വീട്ടിൽ ചെന്നിട്ട് സ്വന്തം അമ്മയെ മാത്രമല്ല രണ്ടാനമ്മയും. ഇല്ലേ? ശരിയല്ലേ പറഞ്ഞത്? ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നിടത്ത് ആര് വേണം? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ഗൃഹം ആയിരിക്കണം അവിടെ. ആ ഗൃഹത്തിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കുലീനമായ ഒരു ശബ്ദമായിരിക്കും ആ വീടിനുണ്ടാകുന്നത്. ആ കുലീനമായ ശബ്ദാന്തരീക്ഷത്തിലൂടെ വളരുന്ന ഒരു കുഞ്ഞ് കുലീനമായി തന്നെ വളരും. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവൻ പക്വത എത്തേണ്ട പ്രായത്തിൽ അപക്വമായി പെരുമാറുകയും മറ്റ് ആക്ടിവിറ്റികളിൽ ഒഴുകുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതല്ല മനസ്സിലാവുന്നുണ്ട്.
ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലോട്ട് നമുക്ക് പോവാം. ഹരേ കൃഷ്ണ. ചെല്ലട്ടെ പ്രഭു. ആ. താവാത് മാമാസനമാരൂപ്യ ബാഹുഭ്യാം പരിരഭ്യ ച യശോദാ ച മഹാഭാഗ സുതൗ വിജഹതു ശുച. വിവർത്തനം. ശ്രീലപ്രഭാതർ കീച്ചെ. പുത്രന്മാരെ മടിയിലിരുത്തി കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ച് നന്ദനും മഹാപുണ്യവതിയായ യശോദയും അവരുടെ ദുഃഖം മറന്നു. ഹരികൃഷ്ണ പ്രഭുജി. ദുഃഖം മറന്നു. ഒരു അച്ഛനും അമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളെ കാണുമ്പം അവർ പെട്ടെന്ന് ദുഃഖങ്ങളെല്ലാം മറക്കും. ഇവിടെ മക്കളെന്നൊരുപരി ഈ മക്കൾ ആരാ? ആക്ച്വലി ആരാ? ഭഗവാനാണ്. അതുകൊണ്ട് അവരറിയാതെ തന്നെ താനെ ദുഃഖങ്ങൾ മറക്കും. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദി ഹേതവേ താപത്രയ വിനാശായ ഗോവിന്ദായ നമഃ. ശ്രീകൃഷ്ണായ വയം നമഃ. അതാണ് ആ ഒരു വാക്യം നമ്മൾ എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം. ഭഗവാനെ നമ്മൾ ഓർമ്മിക്കുന്ന സമയത്ത് എല്ലാ വിഷമങ്ങളും നമ്മളിൽ നിന്ന് പോകും. താപത്രയ വിനാശായ ഹരയേ പരമാത്മനെ. അപ്പൊ ഈ വാക്കുകൾ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഓർമ്മിക്കണം. അതുകൊണ്ടാണ് എന്തൊക്കെ പറഞ്ഞാലും ഗാന്ധിജി പോലും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത്? ഭഗവത്ഗീത വായിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ മറ്റൊരു കുറവ് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിതേപോലെ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്, അതുകൊണ്ട് നിങ്ങളും ചെയ്യൂ എന്ന് പറഞ്ഞില്ല. അല്ലേ? അതാണ് പറ്റിപ്പോയത്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അതുകൊണ്ട് നിങ്ങളും വായിക്കൂ എന്ന് പറഞ്ഞത് ലോകത്തിലെ ഒരേ ഒരാളേ ഉള്ളൂ. ലോകത്തിനോട് പറഞ്ഞത് ആരാ? അത് ശ്രീല പ്രഭുപാദരെ. ശ്രീല പ്രഭുപാദ്. ഹിസ് ഡിവൈൻ ഗ്രേസ് ശ്രീല പ്രഭുപാദ കി ജയ്. ഹരേ കൃഷ്ണ. വായിച്ചാട്ട് ഭാവാർത്ഥം. ഏതിന്റെ? 36-ന്റെ ശ്ലോകം. അതെ, 35 നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാവാർത്ഥം വായിച്ചില്ലല്ലോ. ഭാവാർത്ഥ. ഹരേ കൃഷ്ണ. ആദ്യത്തെ ആലിംഗനങ്ങളും വണങ്ങലുകളും കഴിഞ്ഞപ്പോൾ കൃഷ്ണബലരന്മാരുടെ കൈകളിൽ പിടിച്ചുകൊണ്ടിരുന്ന യശോദ നന്ദന്മാരെ വസുദേവർ തന്റെ കൂടാരത്തിലേക്ക് ആനയിച്ചുവെന്ന് ശ്രീല വിശ്വനാഥ ചക്രവർത്തി പറയുന്നു. അവരെ പിന്തുടർന്ന് രോഹിണിയും മറ്റു വ്രജ സ്ത്രീകളും പുരുഷന്മാരും അനേകം ദാസന്മാരും ചെന്നു. ഉള്ളിൽ ചെന്ന് നന്ദനും യശോദയും പുത്രന്മാരെ മടിയിലിരുത്തി. ദ്വാരകാനാഥന്മാരുടെ മഹത്വങ്ങൾ കേട്ടിരിക്കുന്നുവെങ്കിലും ഈ ഐശ്വര്യങ്ങളെല്ലാം ഇപ്പോൾ നേരിൽ കാണുന്നുവെങ്കിലും തങ്ങളുടെ 8 വയസ്സുകാരനായ കുഞ്ഞുങ്ങളെ എന്ന് പോലെയാണ് യശോദ നന്ദന്മാർ കൃഷ്ണബലന്മാരെ കണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടത്? 8 വയസ്സെന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ എന്താ? എന്തുകൊണ്ടാ? അപ്പോഴും അമ്മയുടെ മനസ്സിൽ കുഞ്ഞുങ്ങളാണ്. ആ പ്രായമാണ്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം വായിച്ചിട്ട്. ഹരേ കൃഷ്ണ. ശ്ലോകം 36. രോഹിണി ദേവകി ചാദ പരിഷ്യത്യ വ്രജേശ്വരീം സ്മരന്തൗ തത്കൃത മൈത്രീം
ബാഷ്പകണ്ഠൗ സമചതുഹാം. വിവർത്തനം ശ്രീല പ്രഭാതർ കി ജയ്. അനന്തര രോഹിണിയും ദേവകിയും വ്രജറാണിയെ ആലിംഗനം ചെയ്യുകയും അവർ തങ്ങളോട് കാണിച്ച വിശ്വസ്തയോടുള്ള മൈത്രിയെ അനുസ്മരിക്കുകയും ചെയ്തു. കണ്ണുനീർ കൊണ്ട് ഇടറിയ കണ്ഠങ്ങളോടെ അവർ ഇപ്രകാരം പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭു. ഭാവാർത്ഥം. ഈ വേളയിൽ ശ്രീ വാസുദേവൻ ഭാവാർത്ഥം എപ്പോഴും വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഭാവാർത്ഥം ബൈ ശ്രീ ശിലാ പ്രഭുപാദ് കി ജയ്. ഭാവാർത്ഥം ശ്രീല പ്രഭാതർ കി ജയ്. ഈ വേളയിൽ ശ്രീ വിവർത്തനം വാസുദേവൻ വായിക്കുമ്പോഴും അത് തന്നെ ചെയ്യണം. ഹരേ കൃഷ്ണ സാധാരണ പ്രഭു. ഞങ്ങൾ പറയാൻ വിവർത്തനം ആവർത്തനത്തുള്ള ശിലാ പ്രഭുപാദ കി ജയ്. എങ്ങനെയാണെങ്കിലും പ്രഭുപാദ കി ജയ് പറഞ്ഞതിന് ശേഷം മാത്രമേ തുടങ്ങാവൂ. ഹരേ കൃഷ്ണ. വായിച്ചട്ടെ. ഭാവാർത്ഥം ശ്രീല പ്രഭാതർ കി ജയ്. ഈ വേളയിൽ ശ്രീ വാസുദേവർ ഉഗ്രസേനെ മറ്റു യദുവൃദ്ധന്മാരെയും സന്ധിക്കുവാനായി നന്ദനെ ക്ഷണിച്ചു കൊണ്ടുപോയി എന്ന് ശ്രീ വിശ്വനാഥ ചക്രവർത്തി പറയുന്നു. ഈ സന്ദർഭം ഉപയോഗിച്ച് രോഹിണിയും ദേവകിയും യശോദയോട് സംസാരിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം ഒന്ന് വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. കാ വിസ്മരേതാപാം മൈത്രീ മണിവൃത്താം പ്രജേശ്വരി അഭാപ്യ അഭി ഇന്ദ്രിയമൈശ്വര്യം യസ്യാനേഹ പ്രതിക്രിയ. വിവർത്തന ശ്രീല പ്രഭാതർ കി ജയ്. ഇതിനകത്ത് ഭാവാർത്ഥമില്ല പ്രഭു. വിവർത്തനം വായിക്കട്ടെ. രോഹിണിയും ദേവകിയും പറഞ്ഞു, ഹേ പ്രജേശ്വരി, ഭവതിയും നന്ദനും കാണിച്ച് ഒടുങ്ങാത്ത മൈത്രിയെ ഏതൊരവൾക്കാണ് മറക്കാനാവുക? ഇന്ദ്രന്റെ സമ്പത്ത് കൊണ്ട് പോലും ഈ ലോകത്തിൽ നിങ്ങളുടെ കടം വീട്ടുവാൻ സാധ്യമല്ല. ഹരേ കൃഷ്ണ പ്രഭു. ട്രാൻസ്ലേഷൻ വായിച്ചോട്ടെ. ഭാവാർത്ഥമില്ല ഇതിനകത്ത്. വിവർത്തനം ഇപ്പം വായിച്ചത്. ഒന്നുകൂടി വായിച്ചേട്ടെന്നല്ലേ പറഞ്ഞേ. ഹരേ കൃഷ്ണ. രോഹിണിയും ദേവകിയും പറഞ്ഞു, ഹേ പ്രജേശ്വരി, ഭവതിയും നന്ദനും കാണിച്ച് ഒടുങ്ങാത്ത മൈത്രിയെ ഏതൊരവൾക്കാണ് മറക്കാനാവുക? ഇന്ദ്രന്റെ സമ്പത്ത് കൊണ്ട് പോലും ഈ ലോകത്തിൽ നിങ്ങളുടെ കടം വീട്ടുവാൻ സാധ്യമല്ല. ഹരേ കൃഷ്ണ. അതാണ് ആ സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്. സ്നേഹത്തിന് നമ്മൾ പറയാറില്ലേ, പ്രതിഫലം കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു കടയിലും കിട്ടത്തില്ല. സ്നേഹത്തിന്റെ കടയ്ക്കാണ് പോവുക എന്ന് പറഞ്ഞാൽ, സ്നേഹത്തിന്റെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പർച്ചേസിങ് ബിസിനസ്സായി, പ്രത്യുപകാരം. അവിടെ അപ്പം മനസ്സിലാക്കിക്കോണം, അവിടെ എന്തോ ഒരു ഡീലിങ്സ് നടന്നിട്ടുണ്ടെന്നുള്ളത്. ഞാൻ ഭാഗവത പ്രകാരം സംസാരിക്കുന്നതാണ്. ഒരിക്കലും സ്നേഹത്തിനെ പർച്ചേസ് ചെയ്യാൻ സാധിക്കത്തില്ല. വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമോ? പണ്ടുള്ളവർ പറയത്തില്ലേ, സ്നേഹം ഒരിക്കലും വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. പറയൂ, പറ്റത്തില്ലേ? പറഞ്ഞില്ലേ? കേട്ടിട്ടില്ലേ? അത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പോലും അങ്ങനെ തന്നെയാണ്. ശരിയല്ലേ പറഞ്ഞത്? ആണോ അല്ലേ? അത് പരസ്പരം ഉള്ള റിലേഷൻഷിപ്പിലൂടെ മാത്രമേ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഊഷ്മളമായൊരു ബന്ധം, അതും ആരുമായിക്കൊള്ളട്ടെ. അവിടെ ഡീലിങ്സ് ഇല്ല. ആ സ്നേഹം എന്നെന്നും നിലനിൽക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലോട്ട്. ഹരേ കൃഷ്ണ. ഏതാവദൃഷ്ടപിതരൗ യുവയോസ്മ പിതൃ സംപ്രീണനാഭ്യുദയ പോഷണപാലനാനി പ്രാപ്യോഷദുർഭവതി പശ്മഃ യദ്വദശ്നോർ ന്യസ്താവകുത്ര ച ഭയൗ ന സതാം പരസ്സഹ. ഹരേ കൃഷ്ണ. വിവർത്തനം. യഥാർത്ഥ മാതാപിതാക്കളെ കാണുന്നതിന് മുമ്പേ ഈ രണ്ടു കുട്ടികളെ നിങ്ങൾ മാതാപിതാക്കളായി വർത്തിച്ചുകൊണ്ട് സ്നേഹപൂർണമായ കരുതലും പരിശീലനവും പോഷണവും പരിരക്ഷയും നൽകി വളർത്തി കൺപോളകൾ കണ്ണുകളെ പോലെ എന്ന പോലെ ഭവതി അവരെ
കാത്തുരക്ഷിച്ചതിനാൽ അവർ ഒരിക്കലും ഭയം അറിഞ്ഞില്ല. നിങ്ങളെപ്പോലെയുള്ള സജ്ജനങ്ങൾ ഒരിക്കലും കുട്ടികളിൽ അന്യൻ്റേത് തൻ്റേത് എന്ന വ്യത്യാസം കാണിക്കുകയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യഥാർത്ഥ മാതാപിതാക്കളെ കാണുന്നതിന് മുൻപേ ഈ രണ്ടു കുട്ടികളെ നിങ്ങൾ മാതാപിതാക്കളായി വർത്തിച്ചുകൊണ്ട് സ്നേഹപൂർണമായ കരുതലും പരിശീലനവും പോഷണവും പരിരക്ഷയും നൽകി വളർത്തി. കൺപോളകൾ കണ്ണുകളെ എന്ന പോലെ ഭവതി അവരെ കാത്തിരുന്നതിനാൽ അവർ ഒരിക്കലും ഭയം അറിഞ്ഞില്ല. നിങ്ങളെപ്പോലെയുള്ള സജ്ജനങ്ങൾ ഒരിക്കലും കുട്ടികളിൽ അന്യൻ്റേത് തൻ്റേത് എന്ന വ്യത്യാസം കാണിക്കുകയില്ല. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദർക്ക് രണ്ടു കാരണങ്ങളാലാണ് കൃഷ്ണ ബലരാമന്മാർ തങ്ങളുടെ മാതാപിതാക്കന്മാരെ കാണാത്തതെന്ന് ശ്രീല വിശ്വനാഥ ചക്രവർത്തി വിശദീകരിക്കുന്നു. വ്രജത്തിൽ ഒളിഞ്ഞു കഴിയേണ്ടി വന്നത് ഒരു കാരണം. അവർ യഥാർത്ഥത്തിൽ ഒരിക്കലും ജനിച്ചിട്ടില്ലാത്തതിനാൽ അവർക്ക് മാതാപിതാക്കളില്ല എന്നത് രണ്ടാമത്തെ കാരണം. ഈ ശ്ലോകം പറയുന്നതിന് മുമ്പുള്ള ദേവകിയുടെ ചിന്തകൾ ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഇങ്ങനെ വിശദീകരിക്കുന്നു. ഹേ യശോദേ, എൻ്റെ ഈ രണ്ട് പുത്രന്മാർക്ക് ഭവതി രക്ഷകർത്താവായും അമ്മയായും ഏറെക്കാലം കഴിഞ്ഞിരുന്നുവല്ലോ. ഭവതിയുമായി അവർ അനന്തരമായ സാഗരം പോലുള്ള പ്രേമ നിർവൃതി നിറഞ്ഞ അനുഭവങ്ങൾ പങ്കുവെച്ചു. ഇപ്പോഴിതാ ഭവതി വീണ്ടും അവരുടെ മുന്നിലെത്തിയപ്പോൾ മനസ്സ് പതറിയ അവർ എന്നെപ്പോലും ശ്രദ്ധിക്കുന്നില്ല. ഭവതിയാകട്ടെ ഉന്മത്തയും സ്നേഹത്താൽ അന്ധതയുമായി പെരുമാറുന്നു. എനിക്കുള്ളതിനേക്കാൾ ലക്ഷക്കണക്കിന് ഇരട്ടി മാതൃസ്നേഹം ഭവതി പ്രദർശിപ്പിക്കുന്നു. മിത്രങ്ങളായ ഞങ്ങളെ അറിയുക പോലും ചെയ്യാതെ വെറുതെ ഞങ്ങളെ ഭവതി തുറിച്ചു നോക്കുന്നു. അതിനാൽ സ്നേഹപൂർണങ്ങളായ വാക്കുകളാൽ ഭവതിയെ ഞാൻ യഥാർത്ഥത്തിലേക്ക് മടക്കി കൊണ്ടുവരട്ടെ. യശോദയിൽ നിന്ന് ദേവകിയോട് ഒരു പ്രതികരണവും ഉണ്ടാകാതെ വന്നപ്പോൾ രോഹിണി പറഞ്ഞു, പ്രിയ ദേവകി, ഈ നിർവൃതിയുടെ സമാധിയിൽ നിന്ന് യശോദയെ ഉണർത്തിക്കൊണ്ടുവരാൻ സാധ്യമല്ല. നാം വനരോധനം നടത്തുകയാണ്. അവർക്ക് അവരോടുള്ളതിനേക്കാൾ ഒട്ടും കുറയാതെ അവളുടെ രണ്ട് പുത്രന്മാരും അവളോടുള്ള സ്നേഹപാശത്താൽ കെട്ടപ്പെട്ടിരിക്കുന്നു. അതിനാൽ നമുക്കിവിടെ നിന്നും പുറത്തുപോയി പൃഥയെയും ദ്രൗപദിയെയും മറ്റും സന്ധിക്കാം. ഹരേ കൃഷ്ണ. നോക്കൂ, സ്നേഹപാശത്താൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. യശോദാമ്മയുടെ സ്നേഹം നമ്മൾ കണ്ടുപഠിക്കണം. എന്തുകൊണ്ടാ മനസ്സിലാക്കിയത്? ഈ ഭാവാർത്ഥത്തിലൂടെ എന്താ നമ്മൾ മനസ്സിലാക്കിയത്? യശോദാമ്മയുടെ സ്നേഹം കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ സ്വന്തം അമ്മയല്ലെന്ന് പറയാൻ സാധിക്കുമോ? സാധിക്കും. എത്ര സുന്ദരമായിട്ടുള്ള അർത്ഥമാണ് അവിടെ കൊടുത്തത്. കണ്ണിനെ എങ്ങനെ കൺപോളകൾ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ആ ഒരു സുഖം നമ്മൾ ദാമോദര ലീലയിലൂടെ കാണാൻ സാധിക്കും. എന്താ? അമ്മ, ഞാനൊന്ന് പൊയ്ക്കോട്ടെ അമ്മ. ആരോടൊപ്പം? ഗോപന്മാരോടൊപ്പം ഞാനും പൊയ്ക്കോട്ടെ. പശുക്കളെ തീറ്റ ഞാനും പൊയ്ക്കോട്ടെ മേയ്ക്കാൻ അമ്മ. വേണ്ട കണ്ണ, ഇപ്പൊ പോകണ്ട കണ്ണ. എന്തുകൊണ്ടാ? നിന്റെ ആ പാദങ്ങൾ വളരെ മൃദുലമാണ്. അതില് മൺതരികൾ, കൂർത്ത കല്ലെന്ന് പറഞ്ഞില്ല, മൺതരികൾ. അപ്പൊ അത്രത്തോളം കരുതലാണെന്നാണ്. മൺതരികൾ കൊണ്ടിട്ട് ചുവക്കും കണ്ണ, ചോര പൊടിക്കും പറഞ്ഞാൽ ചുവക്കും കണ്ണ. അപ്പൊ അത്രയും കരുതലാണ്. അത് മലയാളത്തില് നമ്മള് തമിഴ് പാട്ടുണ്ട്, മാടുമേക്കും കണ്ണേന്ത്യൻ
പോക വേണ്ട ചൊന്നേൻ. ഏതാ? ആർക്കറിയാം? പാടെ. மாடு மேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன். காய்ச்சின பால் தரேன், கற்கண்டு சீனி தரேன். காய்ச்சின பால் தரேன், கற்கண்டு சீனி தரேன், கை நிறைய வெண்ண தரேன், போகவே. അതേ അർത്ഥത്തിലും മലയാളത്തിൽ പാടുണ്ട്, ഓർമ്മ വരുന്നില്ല. പക്ഷെ ഇങ്ങനെ തുടങ്ങുന്നത്, പോകല്ലേ കണ്ണ പോകല്ലേ. ആർക്കും അറിയാമോ? ഈ പാട്ട് കിട്ടിയത് കൊണ്ട് ആ പാട്ട് ഓർമ്മ വരുന്നില്ല. നല്ല അതേ അർത്ഥത്തിൽ നല്ല രസത്തിലാണ് അത് എഴുതിയേക്കുന്നത്. ഓർമ്മയുണ്ടാവും? തപ്പിയെടുത്തു, അടുത്ത ആഴ്ചയെങ്കിലും വായിക്കാം. പോകല്ലേ കണ്ണ പോകല്ലേ എന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഇതുപോലെ ഒരു കരുതലാണ് സത്യത്തില്. അപ്പം പ്രത്യക്ഷത്തിൽ അമ്മയും മകനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണുമ്പം പിതാഹമസ്യ ജഗതോ മാധ താഥ പിതാമഹ. ശ്ലോകം വന്നാട്ട്. ഭഗവത്ഗീത. പിതാഹമസ്യ ജഗതോ മാതാ താഥ പിതാമഹ. വേദ്യം പറയുന്ന കേൾക്കുന്നുണ്ടോ? പറയുന്ന കേൾക്കുന്നുണ്ടോ? വേദ്യം. അതെങ്കിലും ഒന്ന് റിപ്ലൈ തരൂ. എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വേദ്യം പവിത്രം ഓംകാരം ഇർക്ക് യജുർ സാമം ഏവച. എത്രാമത്തെ ശ്ലോക വരുന്നത്? പിതാഹമസ്യ ജഗതോ 9:17. ഹരേ കൃഷ്ണ. വായിച്ചാട്ട്. പിതാഹമസ്യ ജഗതോ മാതാ ധാതാ പിതാമഹഃ വേദ്യം പവിത്രമോങ്കാരം ഋക്സാമയജുരേവ ചഃ. ഹരേ കൃഷ്ണ. വിവർത്തനം പറയണം. വിവർത്തനം ശീലപ്രഭാത് KG. ലോകത്തിന്റെ അമ്മയും അച്ഛനും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെ. അറിയേണ്ടതും പവിത്രമാകുന്നതും പ്രണവവും ഋക്ക് സാമ യജുർവേദങ്ങളും ഞാൻ തന്നെ. ഹരേ കൃഷ്ണ. ഈ ലോകത്ത് ഹരേ കൃഷ്ണ മാതാജി. ഈ ലോകത്തിലെ അച്ഛനും അമ്മയും ഒക്കെ ഞാനാണെന്ന് പറയുമ്പം നേരത്തെ നമ്മൾ കണ്ടു, ഒരു കണ്ണിനെ എങ്ങനെ കൺപോള സംരക്ഷിക്കുന്നു അതുപോലെ ഒരു കരുതലായിരുന്നു അവിടെ യശോദാമിയും മകനും തമ്മിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം അച്ഛനും അമ്മയും ഭഗവാനാകുമ്പം എന്താ മനസ്സിലാക്കേണ്ടത്? എന്താ മനസ്സിലാക്കണ്ടേ? അച്ഛനെയും അമ്മയെയും ഭഗവാനെ പോലെ കാണണം. എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഈ ശ്ലോകം വായിച്ചതിലൂടെ, ഈ ഭാവാർത്ഥത്തിലൂടെ അല്ലെങ്കിൽ വിവർത്തനത്തിലൂടെ കണ്ണുകളെ എങ്ങനെ കൺപോളകൾ സംരക്ഷിക്കുന്നോ അതുപോലെയായിരുന്നു യശോദാമയും മകനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും എല്ലാം ഭഗവാനാകുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ അതുപോലത്തെ കരുതലാണ് ഭഗവാന് നമ്മളോട്. അതുപോലുള്ള കരുതലാണ് ഭഗവാന് നമ്മളോടുള്ളത്. അത് നമ്മൾ അനുഭവിച്ചറിയണം. എങ്ങനെ അനുഭവിച്ചറിയണം? എങ്ങനെ അനുഭവിച്ചറിയാൻ പറ്റും? അചഞ്ചലമായ സേവനത്തിലൂടെ മാത്രം. അചഞ്ചലമായ സേവനത്തിലൂടെ മാത്രം. അത് തന്നെയാണ് ഭഗവത്ഗീത 18-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു നിർത്തുന്നത്. 18-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു നിർത്തുന്നത് ഏതാ ശ്ലോകം വരുന്നത്? ഓർമ്മ ഉണ്ടാവും?
ആ, അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ, ആ ഒരു കരുതൽ വരണം എന്നുണ്ടെങ്കിൽ സന്യാസാശ്രമത്തിൽ നിന്നും അടുത്ത സ്റ്റേജിലോട്ട് വരണം. എന്താ? അവിടെയാണ് ഭക്തിയുടെ പാരമ്യത എന്ന് പറഞ്ഞത്. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ആ ന ശോചതി ന കാംക്ഷതി. ആ ന ശോചതി. സ്ഥിതപ്രജ്ഞ ലക്ഷണമാണ് പറയുന്നത്. സ്ഥിതപ്രജ്ഞ ലക്ഷണം. ഒന്നിലും നമ്മൾ കൂടുതൽ ആകുലപ്പെടുന്നില്ല. ഒന്നിലും നമ്മൾ കൂടുതൽ പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? അടുത്ത ന കാംക്ഷതി. ഒന്നിനോടും ആഗ്രഹം അദമ്യമായ ആഗ്രഹം ഇല്ലാത്തൊരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ ആകുലത ഇല്ലാതെ വരത്തുള്ളൂ. അവിടെ എപ്പോഴും നമുക്ക് വായിച്ചാട്ടെ. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമ സർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭ്യത്തെ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ. ഈ ആധ്യാത്മികാവസ്ഥയിൽ എത്തിച്ചേരുന്നവൻ പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അയാൾക്ക് ദുഃഖമില്ല, ആഗ്രഹമില്ല. സർവ്വ ദുഃഖങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. ഈ നിലയിൽ അയാൾ ഭക്തിയോടെ എന്റെ സേവനത്തിൽ മുഴുകുന്നു. ഹരേ കൃഷ്ണ. ശുദ്ധമായ ശുദ്ധ ഭക്തി സേവനത്തിലൂടെ പോകുമ്പോൾ നമ്മൾ ആ കരുതൽ അനുഭവിച്ചറിയും. അർജുനൻ എന്ന ജീവാത്മാവ് അത് സർവ്വങ്ങളിലും സമഭാവനയാണ് അനുഭവിച്ചറിഞ്ഞു. അർജുനൻ എന്ന ജീവാത്മാവ് അത് അനുഭവിച്ചറിഞ്ഞു. ഓരോ നിമിഷവും ഭഗവാന്റെ സ്നേഹവും കരുതലും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ പല വിഷമം പിടിച്ച സാഹചര്യങ്ങളിലും അർജുനൻ ആക്ച്വലി വിഷമിക്കേണ്ടി വന്നില്ല. അർജുനന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഉണ്ടാകേണ്ടി വന്നില്ല. നമ്മളായിരുന്നെങ്കിൽ, അർജുനന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ഭൗതികമായിട്ട് നമ്മള് അലറി വിളിച്ച് കരഞ്ഞു നടന്നേനെ. ശരിയല്ലേ പറഞ്ഞത്? ആണോ അല്ലേ? ചിന്തിച്ചു നോക്കിക്കൂ. അല്ലേ? ആണോ? സംശയമുണ്ടോ? അതെ ഹരേ കൃഷ്ണ. നമ്മൾ വരികൾക്കിടയിലൂടെ പോകണം, കഥാപാത്രങ്ങളിലൂടെ പോകണം. ആ കഥാപാത്രങ്ങളായിട്ട് നമ്മൾ മാറി നിന്ന് ചിന്തിക്കണം. അപ്പോഴാണ് ഭഗവാന്റെ മഹത്വം, ഭഗവാനും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് ഒരിക്കലും ഭഗവാനെ മറക്കാൻ സാധിക്കത്തില്ല. എപ്പോഴും നമ്മൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം നമ്മൾ അറിയാതെ നാവിൽ നിന്ന് വിട്ടാണ്. ആ ഒരു റിലേഷൻഷിപ്പ് പോയിന്റിൽ നമ്മൾ എത്തണം. നമുക്കെല്ലാവർക്കും ബന്ധമുണ്ട് ഭഗവാനുമായിട്ട്. പക്ഷേ ഇത്തരം ഒരു ബന്ധത്തിൽ, ഒരു ജംഗ്ഷനിൽ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ഭഗവാനെ അതേപോലെ നമ്മൾ എടുക്കണം. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ലീലകൾ ചെയ്തതും ഈ ലീലകളെ കുറിച്ച് ഭഗവാന്റെ ഭക്തന്മാർ ഓർമ്മിക്കുകയും അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളെക്കുറിച്ച് വ്യാസമഹർഷി നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഈ ഒരു ഗ്രന്ഥത്തിൽ കൊണ്ടുവച്ചതും ശ്രീമദ് മഹാഭാഗവതത്തിൽ കൊണ്ടുവച്ചതും. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാന്റെ നാമങ്ങൾ ഉള്ളിടത്തോളം കാലം എവിടെ? നമ്മുടെ മനസ്സിലും ശരീരത്തിലും നമ്മൾ സഹകരിക്കുന്ന അന്തരീക്ഷത്തിലും
ഭഗവാന്റെ നാമം ഉണ്ടാകുന്ന കാലത്തോളം നമുക്ക് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല. സംശയമുണ്ടോ? അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. ആണോ? സംശയമില്ല. മിണ്ടിയില്ല. അപ്പൊ ചിലപ്പോ അങ്ങനെയാണോ? അങ്ങനല്ലല്ലോ. എനിക്കും ജീവിതത്തിൽ വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിലെ വിഷമങ്ങളേ അല്ല. അത് ചിന്തിക്കുക. അതുകൊണ്ട് അറ്റ് പ്രസന്റിൽ നമ്മൾ ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ വിഷമഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ ആ വിഷമഘട്ടത്തെ തുരണം ചെയ്യാതിരിക്കുക. ഇതൊന്നും വിഷമങ്ങളേ അല്ല. കാര്യം ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ദുഃഖാലയം, അശാശ്വതം. അപ്പോൾ നമുക്കുണ്ടാകുന്ന കൊച്ചു കൊച്ചു വിഷമങ്ങൾ എന്ന് പറയുന്നത് അത് വിഷമങ്ങളേ അല്ല. വണ്ടി ചില ഘട്ടകറികളിൽ എടുത്തു പോകുന്നതിന്റെ കുട്ടേ ഉള്ളു. മനസ്സിലാവുന്നുണ്ടോ? സംശയം? ഇല്ല, സംശയമില്ല. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. വീണ്ടും ശ്രീശുകോവാച ഓഭ്യഞ്ച കൃഷ്ണമുപലഭ്യ ചിരാദവിഷ്ടം യത്പ്രേഷണേ ദൃശിഷു ഭസ്മകൃതം ശപന്തി ഋഗ്ഭിർഹൃദി കൃതമലം പരിരഭ്യ സർവ തദ്ഭാവമാപുരവേ നിത്യയുജാം ദുരാപം. ഹരേഷ്ണ പ്രഭു. വിവർത്തനം ശീലപ്രഭാതീയതി. ശുകദേവ ഗോസ്വാമി പറഞ്ഞു, പ്രിയതമനായ കൃഷ്ണനെ നോക്കിക്കാണുമ്പോൾ ഗോപയുവതികൾ അല്ലെങ്കിൽ നൈമിഷികമായി പോലും കാഴ്ചയ്ക്ക് തടസ്സം വരുത്തുന്ന കൺപോളകളുടെ സൃഷ്ടാവിനെ ശപിക്കുമായിരുന്നു. ഇപ്പോൾ ഏറെ കണ്ണെപ്പോഴും തുറന്നിരിക്കുന്നുണ്ട്. കൺപോളകളുടെ സൃഷ്ടാവിനെ ശപിക്കുമായിരുന്നു. ഇപ്പോൾ ഏറെ നീണ്ട വിരഹത്തിനു ശേഷം കൃഷ്ണനെ കണ്ടപ്പോൾ അവർ കണ്ണുകളാൽ അദ്ദേഹത്തെ ഹൃദയങ്ങളിലേക്ക് ആവാഹിച്ച് മതിവരുവോളം ആശ്ലേഷിച്ചു. ഇപ്രകാരം നിരന്തരം യോഗ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പോലും നേടാൻ ബുദ്ധിമുട്ടുള്ള നിർവൃതികരമായ ധ്യാനത്തിൽ അവർ പൂർണ്ണമായി മുഴുകി. ഹരേ കൃഷ്ണ. നോക്കണം. ഹരേ കൃഷ്ണ. സുഖദേവ ഗോസ്വാമി ഇവിടെ വീണ്ടും ഓർമ്മിക്കുകയാണ്, നമ്മളോട് പറയുകയാണ്. എന്താ? നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നതിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും. അതിലൊന്നാണ് കൺപോളകൾ എന്ന് പറയുന്നത്. കാര്യം കൺപോളകൾ കണ്ണിന് നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ കണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ആ കൺപോളകളിൽ ആ കണ്ണ് നമ്മൾ ചിമ്മുന്നു എന്ന് പറയും അല്ലേ? കണ്ണ് ചിമ്മുക. കാര്യം അത് നമുക്ക് തടസ്സം വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ നോട്ടത്തിൽ ഒന്നും നമുക്ക് ആ തടസ്സം വരുന്നില്ല. പക്ഷെ ആ കണ്ണ് ചിമ്മലുകൾ പോലും ഗോപികമാർക്ക് ഭഗവാനെ കാണുന്നതിലുള്ള ഒരു തടസ്സമായിട്ട് അനുഭവപ്പെടുമ്പോൾ ഗോപികമാരും ഭഗവാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കണം. അതുകൊണ്ടാണ് നമ്മൾ അർച്ചവിഗ്രഹത്തിൽ ചെല്ലുമ്പം കണ്ണ് തുറന്നിരുന്ന് കാണണമെന്ന് പറയുന്നത്. കണ്ണ് വിടർത്തി, കണ്ണ് തള്ളി, എത്രത്തോളം കണ്ണ് തള്ളി വിടർത്തി ആ അർച്ചവിഗ്രഹത്തെ കണ്ടു തൊഴാമോ അത്രത്തോളം കണ്ണ് വിടർത്തി ആ അർച്ചവിഗ്രഹത്തെ കണ്ടു തൊഴണം. എവിടുന്ന് കണ്ടു തൊഴണം? എവിടുന്ന് തുടങ്ങി കണ്ടു തൊഴണം? എവിടുന്ന് തുടങ്ങി? പാദങ്ങളിൽ നിന്ന് തുടങ്ങി മുകളിലോട്ട് നമ്മള് ഭഗവാനെ പൂർണ്ണമായിട്ടും ആ സൗന്ദര്യം ആവാഹിച്ചെടുക്കണം. പ്രത്യേകിച്ച് ഈ പുരുഷോത്തമ മാസത്തിൽ ഭഗവാൻ നല്ല അലങ്കാരങ്ങളിലൂടെ വിളങ്ങി തിളങ്ങി സൗന്ദര്യത്തുടങ്ങനെ നിൽക്കും. അപ്പൊ അത് ആ രൂപത്തെ നമ്മള് അങ്ങനെ അങ്ങ് ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾ ഇമകൾ പോലും വെട്ടാതെ അങ്ങനെ നോക്കി നിൽക്കണം. പാശ്ചാത്യരായ ഭക്തന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ മുന്നിൽ അവർക്ക് അങ്ങനെ ഒരു നമ്മളെ പോലെ നാണമോ മറ്റുള്ളവർ കാണുന്നുണ്ടോ എന്ന് നോക്കത്തില്ല. അവര് ബൈനാക്കുലർ വെച്ച്
ആ വിഗ്രഹത്തെ കാണാൻ ശ്രമിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നോക്കണം, ശ്രദ്ധിച്ചിട്ടില്ല. അത്രയും ഒരു റിലേഷൻഷിപ്പാണ് അവർക്കുണ്ടാകും പ്രഭുപാദരുടെ അനുഗ്രഹം കൊണ്ട്. വാഞ്ചാകൽപതരൂപ്യച്ച കൃപാ സിന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഈ ഒരു ദർശനം ഈ പുരുഷോത്തമ മാസത്തിൽ നമുക്കുണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഇവിടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ? എന്തെങ്കിലും? ഹരേ കൃഷ്ണ.